നമസ്കാരം. CPM 2015 ആലപ്പുഴ സമ്മേളനത്തിൽ VS-നെതിരെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നടത്തണമെന്ന് നേതാക്കൾ പറഞ്ഞതുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ വിവാദങ്ങൾ മുറുകുകയാണ്. ആരോപണങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നമുണ്ടായതായി സാധൂകരിക്കുകയാണ് മുൻ PA ആയിരുന്നു സുരേഷ് കുമാറിന്റെ പ്രസ്താവനയിലൂടെ. CPM നേതാവ് സുരേഷ് കുറുപ്പിന്റെ വാദങ്ങളെ ശരിവെച്ചുകൊണ്ടാണ് സുരേഷ് രംഗത്ത് വന്നത്. ആലപ്പുഴ സമ്മേളനം VS-നെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രമാണ് നടത്തിയതെന്നാണ് സുരേഷ് പറയുന്നത്. 2012 ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശത്തിൽ VS-ന് വലിയ വേദനയും വിഷമവും ഉണ്ടായിരുന്നുവെന്ന് സുരേഷ് പറഞ്ഞു. പിന്നീട് ഇതിന് മറുപടി പറയാൻ VS നിർബന്ധിക്കപ്പെടുകയായിരുന്നു. ആലപ്പുഴ സമ്മേളനം VS വധം ആട്ടക്കഥയായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത്രത്തോളം ഒരു മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് അധിക്ഷേപിച്ചു. ഒരു പരാമർശം മാത്രമല്ല, അധിക്ഷേപിക്കുന്ന നിരവധി പരാമർശങ്ങൾ ഉണ്ടായതോടെയാണ് പ്രതിഷേധിച്ചുകൊണ്ട് VS സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ട് പുറത്തേക്ക് പോയത്. ആലപ്പുഴ സമ്മേളനത്തിൽ VS-നെതിരെ അതിരൂക്ഷമായി പറഞ്ഞവർക്കെല്ലാം സ്ഥാനക്കയറ്റം കിട്ടിയിട്ടുണ്ടെന്നും സുരേഷ് പറയുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ വരെ സ്ഥാനം കിട്ടിയവരുണ്ടെന്ന് സുരേഷ് പറയുന്നു. ആലപ്പുഴ സമ്മേളനത്തിൽ VS-നെ അധിക്ഷേപിച്ച യുവ വനിതാ നേതാവ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്തും ആലപ്പുഴയിൽ നടന്ന സമ്മേളനങ്ങളിൽ സംഘടിതമായ ആക്രമണമാണ് VS-നെതിരെ നടത്തിയതെന്നും സുരേഷ് ആവർത്തിച്ചു. ആലപ്പുഴയിലെ സംസ്ഥാന സമ്മേളന വേദിയിൽ VS-ന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് ഒരു കൊച്ചു പെൺകുട്ടി പറഞ്ഞെന്നാണ് സുരേഷ് കുറുപ്പിന്റെ വെളിപ്പെടുത്തൽ. ഇതിനുശേഷമാണ് VS സമ്മേളനത്തിൽ നിന്നും മടങ്ങിയതെന്നും മാതൃഭൂമി വാരാന്തപ്പതിപ്പിൽ എഴുതിയ ലേഖനത്തിൽ സുരേഷ് കുറുപ്പ് തുറന്നു പറഞ്ഞു. ഒറ്റപ്പെട്ടപ്പോഴും VS പോരാട്ടം തുടർന്നുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആലപ്പുഴ സമ്മേളനത്തിലെ സംഭവം സുരേഷ് കുറുപ്പ് വിശദീകരിക്കുന്നത്. താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നതായിരുന്നു VS നയം എപ്പോഴും. അദ്ദേഹത്തിന്റെ കൊച്ചുമക്കളുടെ പ്രായം മാത്രമുള്ളവർ സമ്മേളനങ്ങളിൽ അദ്ദേഹത്തിനെതിരെ നിലവിട്ട ആക്ഷേപങ്ങൾ ഉന്നയിച്ചുവെന്ന ആമുഖത്തോടെയാണ് സുരേഷ് കുറുപ്പ് ആലപ്പുഴ സമ്മേളനത്തിൽ നിന്നും VS ഇറങ്ങിപ്പോകാനുണ്ടായ സാഹചര്യം വിശദീകരിച്ചിരുന്നത്. സമ്മേളനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ VS-ന്റെ ശരീരഭാഷയും സുരേഷ് കുറുപ്പ് വിശദീകരിക്കുന്നുണ്ട്. ഏകനായി, ദുഃഖിതനായി, പക്ഷെ തലകുനിക്കാതെ, ഒന്നും മിണ്ടാതെ, ആരെയും നോക്കാതെ അദ്ദേഹം സമ്മേളന സ്ഥലത്ത് നിന്നും വീട്ടിലേക്ക് പോയി. ഇങ്ങനെയൊക്കെ ആയിട്ടും അദ്ദേഹം പാർട്ടി അധിക്ഷേപിച്ചില്ല എന്നും സുരേഷ് കുറുപ്പ് അദ്ദേഹത്തിന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. താൻ എങ്ങനെ VS പക്ഷമായി മുദ്രകുത്തപ്പെട്ടുവെന്നും സുരേഷ് കുറുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. കരുണാകരൻ സർക്കാരിൽ മന്ത്രിയായിരുന്ന CV പത്മരാജനെതിരെ VS ഉന്നയിച്ച അഴിമതി അന്വേഷിക്കാൻ നായനാർ സർക്കാർ ജസ്റ്റിസ് ശിവരാമൻ നായർ കമ്മീഷനെ നിയമിച്ചിരുന്നു. കമ്മീഷനിൽ VS-ന് വേണ്ടി വക്കാലത്തിടാൻ സുരേഷ് കുറുപ്പ് നിയോഗിതനായി. VS-ന് വേണ്ടി തുടർച്ചയായി കമ്മീഷന് മുന്നിൽ ഹാജരായെന്നും അതോടെ നാട്ടിലാകെ VS ഗ്രൂപ്പായി മുദ്രകുത്തപ്പെട്ടെന്നും സുരേഷ് കുറുപ്പ് അനുസ്മരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളിലും ഞാൻ VS-നൊപ്പമാണെന്നും എന്റെ അഭ്യുദയകാംക്ഷികൾ സ്ഥാപിച്ചെടുത്തു. ഞാൻ അതൊന്നും തിരുത്താനും പോയില്ല എന്നും സുരേഷ് കുറുപ്പ് വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഒരാൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ലെന്നും സുരേഷ് കുറുപ്പ് പറയുന്നു. എപ്പോഴും സാധാരണക്കാരുടെയും പാവങ്ങളുടെയും കൂടെ നിന്നു. അവർക്ക് വേണ്ടി പോരാടി. പാർട്ടിക്ക് നേരെ വന്ന എല്ലാ എതിർപ്പുകളെയും നിസ്സങ്കോചം നേരിട്ടു. തന്റെ എതിരാളികളെ സന്ദേഹമില്ലാതെ വെട്ടിനിരത്തി. അതിൽ തനിക്ക് വെട്ടുകൊണ്ടപ്പോഴും ധീരതയോടെ പോരാടിയ നേതാവായിരുന്ന അദ്ദേഹമെന്നാണ് സുരേഷ് കുറുപ്പ് പറയുന്നത്.